സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇടുക്കി വാഴത്തോപ്പിൽ സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശനം ശ്രദ്ധേയമാകുന്നു. വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദിയിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ അടക്കം 160 സ്റ്റോളുകളാണ് ഉള്ളത്. 34,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ശീതീകരിച്ച വേദിയിലാണ് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള എന്റെ കേരളം പ്രദർശനം നടക്കുന്നത്. ഇതിൽ വിജ്ഞാനവും വിനോദവുമായി ബന്ധപ്പെട്ട 160ഓളം സ്റ്റാളുകളുണ്ട്. വിവിധ സർക്കാർ വകുപ്പുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സഹകരണ സംഘങ്ങൾ, കുടുംബശ്രീ ഉൾപ്പെടെ മേളയുടെ ഭാഗമാണ്. സ്വകാര്യ സംരംഭകരുടെ പങ്കാളിത്തവും മേളയ്ക്കുണ്ട്. കഴിഞ്ഞ 9 വർഷത്തിൽ പിണറായി സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികളുടെ പ്രദർശനം കൂടിയായി എന്റെ കേരളം മേള മാറുകയാണ്. വളരെ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു. ഇത് എല്ലാ കുട്ടികളും നാട്ടുകാരൊക്കെ കാണണം. എന്നിട്ട് ഇതിനെക്കുറിച്ച് വിലയിരുത്തണം. ഇപ്പോൾ ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ് ഇത് കാണുമ്പോഴല്ലേ അറിയാൻ പറ്റൂ. എല്ലാ സ്ഥലവും എല്ലാവരും ഒരുമിച്ച് പോയി കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇവിടെ വരുന്ന ഒരാൾക്ക് ഈ ജില്ലയുടെ പരിച്ഛേദമാണ്. ജില്ലയിൽ എല്ലാ പ്രദേശത്തെ കാര്യങ്ങളും ഒരുമിച്ച് വിലയിരുത്താനായിട്ട് പറ്റുന്നുള്ളതാണ് വേറൊരു കാര്യം. മലയോര ഹൈവേ അടക്കം ഇടുക്കിയിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ പൊതുമരാമത്ത് വകുപ്പിന്റെ സ്റ്റാളിലെത്തിയാൽ കാണാം. 198 കോടിയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി 23 കിലോമീറ്ററോളം ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്. അത് 245 കോടിയുടെ പ്രവൃത്തിയാണ്. ബാക്കി അപ്രൈസൽ കിഫ്ബി അപ്രൈസൽ ഡിവിഷനിലാണ് 45 കിലോമീറ്റർ. അങ്ങനെ ഒരു 90 കിലോമീറ്ററാണ് ഇവിടെ വർക്ക് നടക്കുന്നത്. ആദ്യ ദിനം മുതൽ മേള ജനപങ്കാളിത്തം കൊണ്ടുകൂടി ശ്രദ്ധേയമാവുകയാണ്. ജനങ്ങൾക്ക് സർക്കാർ ചെയ്യുന്ന അവർക്ക് ഗുണകരമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എത്തിച്ചേർക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇത്. കുട്ടി ഇവിടെ കണ്ടപ്പോൾ കുട്ടിക്ക് അറിയാൻ പറ്റും, ഓക്കെ ടൂറിസം എങ്കിൽ എന്താ, പിന്നെ കരിയർ ഗൈഡൻസിൻ്റെ സെമിനാർസ് എല്ലാം ഉണ്ട്. സോ ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോവുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാളിൽ റോബോ ഡോഗാണ് താരം. വിദ്യാർത്ഥികളുടെ നവീന കണ്ടുപിടുത്തങ്ങളടക്കം മേളയിലൂടെ പരിചയപ്പെടുത്തുന്നു. ഇതിൻ്റെ പേര് സെക്യൂർ റോബോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റോബോട്ടാണ്. ഇത് ഒരു നിശ്ചയിച്ച പാത്തിക്കൂടെ സഞ്ചരിക്കുകയും സർവൈലൻസ് 24/7 പെട്രോൾ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അതേ സെയിം ടൈം ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നത് അതൊക്കെ കൃത്യമായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുകയും കാര്യങ്ങളാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കായിക വിനോദങ്ങളടക്കം മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടിട്ട്. ഞങ്ങൾ ഓരോ ഗെയിമിൽ ഇങ്ങനെ പങ്കെടുത്ത് ആസ്വദിച്ച് വരികയാണ്. ഇവിടെ വരെ സമ്മാനമൊക്കെ കിട്ടി. പിന്നെ ഓരോന്ന് കണ്ട് മനസ്സിലാക്കി വരികയാണ്. നന്നായിട്ടിരിക്കുന്നു. ഒന്നിനൊന്നും മെച്ചമാണ് ഓരോന്നും. ഒത്തിരി ഗുണം ചെയ്യും എല്ലാവർക്കും. സാധാരണക്കാർക്ക് അറിയാനും അറിയിക്കാനും ധാരാളം കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ ആയി എല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമാണ്. ഭക്ഷ്യമേളയും സാംസ്കാരിക മേളയും പ്രദർശനത്തിന്റെ ഭാഗമാണ്. എല്ലാ ദിവസവും മേളയുടെ ഭാഗമായി കലാപരിപാടികൾ അരങ്ങേറും. കലാമൂല്യമുള്ള സിനിമകൾ കാണാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മെയ് 5 വരെയാണ് പ്രദർശനം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.